നമുക്കിനി മോണോ ഹാലൈഡ്സ് അല്ലെങ്കിൽ ആൽക്കൈൽ ഹാലൈഡ് അല്ലെങ്കിൽ ഹാലോ ആൽക്കെയിൻസ് എന്ന് പറയുന്നത് ബൈ ഹാലോജൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ബൈ ഹാലോജൻ എക്സ്ചേഞ്ച് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രിപ്പറേഷൻ ആണ് നമുക്കിവിടെ പറയുവാനായിട്ട് പോകുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെ മെത്തേഡിന് ജനറലി പറയുന്ന പേരാണെന്ത്? ഫിംഗിൾസ്റ്റൺ മെത്തേഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് പറയാന്? ഫിംഗിൾസ്റ്റൺ മെത്തേഡ് അല്ലെങ്കിൽ ഫിംഗിൾസ്റ്റൺ റിയാക്ഷൻ എന്ന പേരിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു ഫോർമുല നമുക്ക് എങ്ങനെ എഴുതാം? അതായത് നമുക്കൊരു ഫോർമുല നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം അതിലേക്ക് എന്ത് ആഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ആ ഒരു സംഗതി ഫോം ചെയ്യും. അപ്പൊ ഈ സിറ്റുവേഷനിൽ നമുക്കിവിടെ ജനറൽ ആയിട്ട് ഫോർമുല എഴുതുന്നു. 6x പ്ലസ് NaI ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഈ 6x പ്ലസ് NaI ഉപയോഗിക്കുമ്പോൾ നമ്മൾ അവിടെ എന്ത് ആഡ് ചെയ്യണം? ഈ അസറ്റോൺ എന്ന് പറയുന്നത് ആഡ് ചെയ്യുന്നു. അപ്പം തന്നെ ചെറുതായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഹീറ്റ് കൊടുക്കുകയാണ്. അങ്ങനെ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ നോക്കുക, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞെങ്കിൽ ഈ NaI എന്ന് പറയുന്നതിൽ ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതലുള്ളത് നോക്കാം. അപ്പൊ ഈ Naയും Iയും കൂടി നോക്കുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? I എന്ന് പറയുന്നതിന് റിയാക്ടിവിറ്റി കുറവാണ്. Iക്ക് റിയാക്ടിവിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ Na എന്ന് പറയുന്നതിന് റിയാക്ടിവിറ്റി കൂടുതലായിരിക്കും. ഇനി നമുക്കറിയാം ഇവിടെ X എന്ന് പറയുകയാണെങ്കിൽ അത് എന്തൊക്കെയാണ്? Cl-ഉം അതുപോലെ തന്നെ Br-ഉമാണ്. അപ്പൊ Iയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ Cl, Br എന്നിവയ്ക്ക് എന്താണ്? റിയാക്ടിവിറ്റി കൂടുതലാണ്. അപ്പൊ ഇവിടെ Xന് റിയാക്ടിവിറ്റി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ Rന് റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് ഇവിടെ കുറവായിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ റിയാക്ടിവിറ്റി കൂടിയ ആളുകൾ എന്ത് ചെയ്യുന്നു? ഒരു റിയാക്ഷൻ നടത്തി അവരൊരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ റിയാക്ടിവിറ്റി കുറഞ്ഞവർ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു പ്രോഡക്റ്റ് അവിടെ ഫോം ചെയ്യാണ് ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ റിയാക്ടിവിറ്റി കൂടിയിട്ടുള്ള ഈ Naയും Iയും കൂടി ചേരുന്നു. അതുപോലെ തന്നെ ഈ Iയും Rഉം കൂടി ചേർന്ന് ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുകയാണ് ചെയ്യുക. സോ നമുക്ക് ഇവിടെ എന്ത് വരും? 6IA പ്ലസ് ഇവിടെ എന്താണ് വരിക? NaX ആണ് വരിക. ഓക്കെ, അപ്പൊ Xന്റെ സ്ഥാനത്ത് Cl ആണ് എന്നുണ്ടെങ്കിൽ നമുക്കപ്പൊ എന്ത് കിട്ടും? എന്താ കിട്ടുക? ഇവിടെ Ri പ്ലസ് NaCl ആയിട്ട് മാറും. ഇനി Xന്റെ സ്ഥാനത്ത് Br ആണെങ്കിൽ Ri പ്ലസ് NaBr എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് നമുക്ക് അവിടെ ഫോം ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഫിംഗിൾസ്റ്റൈൻ മെത്തേഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഇതില് ഒന്നും കൂടി 2 പോയിന്റ് പറയാനുണ്ട്. ഈ ആൽക്കൈൽ അയഡൈഡ് എന്ന് പറയുന്നത് എന്താണ്? ആൽക്കൈൽ അയഡൈഡ് ക്യാൻ ഓൾസോ ബി പ്രിപ്പയർഡ് by treating the corresponding chloride or bromide with a solution of sodium iodide in dry acetone. ഓക്കെ, ഇനി ഇതില് അടുത്ത് പറയാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇൻ ദിസ് റിയാക്ഷൻ പ്രീവിയസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. സോ ഇൻ ദിസ് റിയാക്ഷൻ NaCl or NaBr അല്ലെ, ഇവിടെ NaCl ഫോം ചെയ്യാം അല്ലെങ്കിൽ NaBr ഫോം ചെയ്യുന്നുണ്ട്. NaCl or NaBr ഈസ് എന്തായിട്ട് മാറുകയാണ് ചെയ്യാം? പ്രിസിപ്പേറ്റഡ്. എന്തായിട്ട് മാറുന്നു? ഈസ് precipitated in dry acetone. Precipitated in dry acetone, and this facilitates the forward reaction. And this facilitates the forward reaction. Forward reaction. അപ്പൊ ഇവിടെ NaCl-ഉം അതുപോലെ തന്നെ NaBr-ഉം എന്തായിട്ട് മാറാണ് ചെയ്യുന്നത്? പ്രിസിപ്പിറ്റേറ്റഡ് ആവും എവിടെ? ഇൻ ഡ്രൈ അസറ്റോൺ. ആൻഡ് ദിസ് ഫെസിലിറ്റേറ്റ്സ് ദ ഫോർവേഡ് റിയാക്ഷൻ. അപ്പൊ ഇത് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുമോ എന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ചോദ്യമാണ്. അതുകൊണ്ടാണ് അത് നമ്മളിവിടെ ഇതിന്റെ ഒപ്പം കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞത്. ഇനി ബൈ ഹാലോജൻ എക്സ്ചേഞ്ചിൽ വരുന്ന മറ്റൊരു മെത്തേഡാണെന്ത്? വിത്ത് AgF എന്ന് പറയുന്നത്. വിത്ത് AgF ആയിട്ട് മാറുമ്പോൾ ആ കറസ്പോണ്ടിങ് റിയാക്ഷനെ പറയുന്ന പേരാണെന്ത്? സ്വാർട്സ് റിയാക്ഷൻ എന്ന പേരിലാണ് നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ നമുക്ക് എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ഈ സിറ്റുവേഷനിൽ തന്നെ നമ്മളൊരു R എടുക്കുന്നു, then ഇവിടെ ഒരു X എടുക്കുന്നു, പ്ലസ് എന്താണ്? ഒരു AgF ആണ്. അപ്പൊ AgF എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? ഒരു മെറ്റാലിക് ഫ്ലൂറൈഡ് ആണ് എന്ന് പറയാം. എന്താണ്? അപ്പൊ AgF എന്ന് പറഞ്ഞാൽ എന്താണ്?
ഒരു മെറ്റാലിക് ഫ്ലൂറൈഡ് ആണ്. ഇനി ഇവിടെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫ്ലൂറിൻ എന്ന് പറയുന്നത് റിയാക്ടിവിറ്റി കൂടുതലായിരിക്കും. ഫ്ലൂറിന് റിയാക്ടിവിറ്റി കൂടുതലായതുകൊണ്ട് Agക്ക് റിയാക്ടിവിറ്റി കുറവായിരിക്കും. ഇനി ഇവിടെ എക്സ് എന്ന് പറയുകയാണെങ്കിൽ അത് എന്തൊക്കെയായിട്ട് മാറാം? ഒന്നില്ലെങ്കിൽ Br അല്ലെങ്കിൽ Cl ആയിട്ട് മാറാം. സോ എഫുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ Brനും Clനും റിയാക്ടിവിറ്റി കുറവാണ്. സോ ഇവിടെ എക്സിന്റെ റിയാക്ടിവിറ്റി കുറവായിരിക്കും, ആറിന്റെ റിയാക്ടിവിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ റിയാക്ടിവിറ്റി കുറഞ്ഞ ഇവന്മാര് തമ്മിൽ എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യും. റിയാക്ടിവിറ്റി കൂടുതലുള്ള ഇവര് എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്കൊരു പ്രോഡക്റ്റ് ഇവിടെ ഫോം ചെയ്യും. സോ ഇവിടെ RF പ്ലസ് AgX എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് നമുക്കിവിടെ ഉണ്ടാവാനായിട്ട് പോസിബിൾ ആയിട്ട് മാറാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ സ്വാട്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞല്ലോ, ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് എഴുതി നോക്കാം. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇതാണ്. എക്സാമ്പിൾസ് നമുക്കിനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ കുറെ ചെയ്യും കേട്ടോ. അപ്പൊ ജസ്റ്റ് ഞാനിപ്പോൾ പറയാണ് C2H5Cl പ്ലസ് AgF ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാം? ഈ എഫ് എന്ന് പറയുന്നതും ഈ C2H5 കൂടി കമ്പൈൻ ചെയ്യും അല്ലെ. അപ്പൊ ഇവിടെ C2H5F പ്ലസ് എന്താണ് വരിക? AgCl എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു റിയാക്ഷനിൽ ഈ പറയുന്ന RX എന്ന് പറയുന്നതിൽ ഈ Cl എന്ന് പറയുന്നതിനെ മാറ്റി അതിന് പകരം എന്താണ് വരുന്നത്? ഈ F കയറി വരികയാണ് ചെയ്യുന്നത്. എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ എച്ചിന്റെ വാല്യൂവിന് ഒരു കാരണവശാലും എന്ത് സംഭവിക്കുന്നില്ല? മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. അതും വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. സോ ഇൻ ദിസ് റിയാക്ഷൻ only halogen exchange takes place. Halogen exchange takes place. ഇതെന്ന് പറയുന്നത് ഫിംഗിൾസ്റ്റൺ റിയാക്ഷനിലും അതുപോലെ തന്നെ സ്വാട്സ് റിയാക്ഷനിലും ഒരുപോലെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണ്. അപ്പൊ ഇങ്ങനെയാണ് ഹാലോജൻ എക്സ്ചേഞ്ച് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് മോണോഹാലൈഡ്സ് എന്ന് പറയുന്നതിന്റെ പ്രിപ്പറേഷൻ ആയിട്ട് നമുക്കിവിടെ പറയുവാനായിട്ട് സാധിക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പലവട്ടം പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് പ്രിപ്പയർ ചെയ്യുക. ഇനി നമുക്ക് പറയേണ്ടത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള 2 സംഭവങ്ങളുണ്ട്. അതെന്താണ് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.